നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് രണ്ടാളും സങ്കടത്തിലായെന്ന് തോന്നുന്നു. അത് പിന്നെ ഇവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ അച്ഛാ. വല്ലപ്പോഴും ഒരിക്കലും ആതിര വരും. തിരിച്ചു പോകുമ്പോ ഏട്ടത്തിയുടെ അനിയത്തിയുടെ മുഖം കരഞ്ഞു കലങ്ങിയതുപോലെ ഇരിക്കും. അത് പിന്നെ സങ്കടം കാണില്ലേ? തീർച്ചയായും കാണും മോളെ. നിനക്ക് ഇടയ്ക്കൊക്കെ വന്ന് ചേച്ചി ഒന്ന് കണ്ടൂടെ? മാഷിനോടും കമലയോടും ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണം. അച്ഛനിപ്പോ അങ്ങനെ തനിയെ എങ്ങോട്ടും പോവാറില്ല. എന്നാ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാലോ, അതും കുറവല്ലേ? പൊതുവെ അച്ഛൻ ഫോൺ വിളി വളരെ കുറവാ. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു ചോദിച്ചാൽ രണ്ട് വാക്കിൽ നിർത്തും. ഇവിടെ അങ്ങനെ തന്നെ ആതിര. അച്ഛന് ഫോൺ അലർജിയാ. ചോദ്യവും ഉത്തരവും മാത്രം. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഇഷ്ടം. അനൂപ് കമ്പനി പോകുന്നുണ്ടല്ലേ? കുറച്ചുകൂടെ ശമ്പളം കിട്ടുന്ന കമ്പനിയിലേക്കൊന്ന് മാറാൻ പറഞ്ഞൂടെ? അനൂപേട്ടൻ അവിടെ തന്നെ വർക്ക് ചെയ്യും. ഞങ്ങളെല്ലാരും കുറെ പറഞ്ഞു നോക്കിയതാ വേറെ കമ്പനി നോക്കാൻ. ചിലരങ്ങനെയാ മോളെ, കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കും. നോക്കട്ടെ, ഞാൻ അനൂപിനോട് സംസാരിക്കാം. മോളോട് നിൽക്കേ. സന്ദീപ് ഒന്ന് വരുമോ? എന്താ എടുത്തി? അത് മോന്റെ കയ്യില് എന്തെങ്കിലും കാശിരിപ്പുണ്ടാവോ? പിന്നെ നിങ്ങളുടെ കോളേജിൽ കഴിഞ്ഞ ദിവസം സ്ട്രൈക്ക് ആയിരുന്നു എന്ന് കേട്ടു. പിന്നെ ആകെ ബഹളമായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? അവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണം സ്ട്രൈക്കിന്? എത്ര വേണം എടുത്തി? ഒരു 1000 മതി. ഞാൻ ഒന്നാമതേ പണം കൈക്കൊണ്ട് നടക്കാറില്ല. ഞാൻ ഏട്ടനോട് അച്ഛനോട് വാങ്ങിത്തരാം. അയ്യോ അതൊന്നും വേണ്ട സന്ദീപേ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏടത്തേക്ക് ഏട്ടനോട് ചോദിച്ചാൽ എന്താ? ഏടത്തിയുടെ ഭർത്താവല്ലേ? അതിലെന്താ എത്ര കുറച്ചില്? ഞാനാണേ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് ആവശ്യത്തിനുള്ള പണം എടുത്തിട്ട് തിരിച്ചു കൊടുക്കും. എന്റെ പരിപാടി അതാ. എഴുതി വിഷമിക്കണ്ട, ഒരു മിനിറ്റ്. ചില ക്ലാസ് ആണെങ്കിൽ ഭയങ്കര ബോറാ. സച്ചേട്ടാ, ഇങ്ങ് വന്നേ. നോക്കിയിട്ടില്ല. ഇവനെ കാശ് മുഴുവൻ അടിച്ചു മാറ്റും കേട്ടോ. എനിക്ക് എന്റെ ഏട്ടന്റെ പോക്കറ്റ് അല്ലാതെ നാട്ടുകാരെ പോക്കറ്റ് അടിക്കാൻ പറ്റുമോ? മരമണ്ടി ഇത് എനിക്ക്. നീയും വെച്ചോ നിന്റെ കൈക്കൂലി. എന്തെങ്കിലും ബാക്കി വെച്ചേക്കണേ ഇതില്. പേഴ്സിൽ നിറയെ പണമുണ്ട്. ആർക്കൊക്കെ പോക്കറ്റ് മണി വേണം? പറഞ്ഞോ. എഴുതിക്ക് വേണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.